നമ്മൾ കോട്ടയം കുഞ്ഞച്ചൻ സിനിമ കണ്ടിട്ടുണ്ട്. അതിൽ പിന്നെ മമ്മൂട്ടിയുടെ ഡ്രൈവിംഗ് സ്കൂൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ലാലേട്ടനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. അല്ല, അത് നമ്മൾ ആ കഥ പറയുന്നതിന് മുമ്പ് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ചർച്ചയുടെ അടിയിൽ ഒരാൾ വന്നു, നിങ്ങൾ കൂടെ കൂടെ സിനിമാ കഥ പറയരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു പ്രേക്ഷകൻ. അദ്ദേഹത്തോട് നമ്മളൊരു ക്ഷമ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ സിനിമാ കഥയിലേക്ക് പോയി. സിനിമാ കഥ ഇല്ലെങ്കിൽ ഇത് ഒരു സിനിമ ശരിയാവില്ല, താരത്തിന്റെ കഥയാണ്. അപ്പൊ സിനിമ നമുക്ക് പരാമർശിക്കാൻ പറ്റൂല. അതെ, കോട്ടയം കുഞ്ഞച്ചന്റെ ഡ്രൈവിംഗ് സ്കൂൾ ഉദ്ഘാടനം ചെയ്യാൻ മോഹൻലാൽ വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ ഈ ജഗതിയുടെ പ്രസംഗമാണ്. മോഹൻലാൽ വരുമോ ഇല്ലയോ എന്നാൽ ഞാൻ പറയുന്നു മോഹൻലാൽ വരും. എന്നിട്ട് തീണ്ട അങ്ങോട്ട് വരില്ലേ, വരും എന്ന് പറയും. അപ്പോൾ ഈ മോഹൻലാൽ വരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ മോഹൻലാലിനെ കൊണ്ടാണ് നമ്മുടെ പാർട്ടിക്കാരും സർക്കാരുകളും എല്ലാം നിലനിൽക്കുന്നത്. ഇപ്പൊ പിണറായിയുടെ പട്ടി, എന്ത് പട്ടി, റോബിൻ പട്ടി ലോകം മുഴുവൻ പ്രശസ്തമാകാൻ മോഹൻലാൽ വേണ്ടി വന്നു. മോഹൻലാലിന്റെ ഇന്റർവ്യൂവില് റോബിൻ പട്ടി പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ അദ്ദേഹം ലഫ്റ്റനന്റ് കേണൽ പദവിക്ക് ശേഷം അദ്ദേഹം തൂഫാൻ വാരിയർ എന്നൊരു പദവി കൂടി ഏറ്റെടുത്തിരിക്കുകയാണ്, ഓപ്പറേഷൻ തൂഫാൻ. കാരണം പുള്ളി പണ്ടേ പറഞ്ഞിട്ടുണ്ട് നാർക്കോട്ടിക് ഇസ് എ ഡർട്ടി ബിസിനസ്. അത് പുള്ളി ഒരു തവണ പറഞ്ഞതാണ്. പിന്നെ ഈ അടുത്ത കാലത്ത് വന്ന് പറഞ്ഞിട്ടൊന്നും അതങ്ങോട്ട് ഏറ്റിട്ടില്ല. നാർക്കോട്ടിക് ഇസ് എ ഡർട്ടി ബിസിനസ് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. പക്ഷേ നമുക്കതിനകത്തൊക്കെ മനസ്സിലാകാത്ത കാര്യം, ഇടതായാലും വലതായാലും മോഹൻലാൽ അവരുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് നിൽക്കുക. അപ്പോൾ നമുക്കറിയാം, ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ പൃഥ്വിരാജിന് മോഹൻലാലിനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം നടന്നു. അതിൽ എന്തോ ഒരു RSS നേതാവിന് എന്തോ ഒരു എന്താ പറയുക സംഘപരിവാർ നേതാവിനെ കളിയാക്കിയെന്നും അദ്ദേഹത്തെ വളരെ ക്രൂരനായിട്ട് ചിത്രീകരിച്ചെന്നും ഒക്കെ പറഞ്ഞുള്ള ഒരു ബഹളമായിരുന്നു അതിനകത്ത് നടന്നത്. അപ്പോൾ മോഹൻലാലിനെ എന്ന് പറയുന്ന നടനെ ശരിക്കും ഈ സർക്കാരുകൾ പർച്ചേസ് ചെയ്യുകയാണോ എന്നൊരു സംശയിക്കേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായും. കാരണം ഈ ആദ്യം പിണറായി വിജയൻ്റെ ഇന്റർവ്യൂ എങ്ങനെയായിരുന്നു, സൗജന്യമായിട്ടായിരുന്നു. കാരണം ചിലവ് വലിയ തുകയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചിലവ് ഒരാളെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഷൂട്ട് ചെയ്യാൻ എത്ര പൈസ നമുക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് എത്രയും വർഷത്തെ നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും രൂപ എങ്ങനെയാണ് ചിലവ്. ഇതിൻ്റെ സംവിധായകനും ലക്ഷങ്ങൾ കൊടുത്തു എന്ന് പറയുന്നത്. സംവിധാനം ആരും നമുക്കറിയില്ല. എങ്കിൽ പോലും ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ വിവരാവകാശം കൊടുക്കാൻ കൃത്യമായി കണക്കിട്ട് ഇതിൽ ലാലേട്ടൻ്റെ പൈസ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അപ്പോഴും മനസ്സിലാവും. മോഹൻലാൽ അതിന് പണം വാങ്ങിയില്ലെന്നാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ആ ഇൻ്റർവ്യൂ തികച്ചും നാടകീയവും സ്ക്രിപ്റ്റഡും ആണെന്ന് മോഹൻലാലിൻ്റെ ഒരു പ്രസൻസ് കൊണ്ട് മാത്രം നമുക്ക് മനസ്സിലായി. അതെ, കാരണം ഓരോ സീനും സിനിമയുടെ തിരക്കഥ പോലെ തന്നെയാണ് അത് എഴുതിയാണ്. അതേ രീതിയിൽ ക്യാമറ വെച്ചിട്ടാണ്, അതേ ആംഗിളിലാണ്, പ്രൊഫഷണലായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഷൂട്ട് ചെയ്തതിന് മാത്രം 11 ലക്ഷം രൂപ ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നില്ല. ക്യാമറ കൊണ്ട് വെച്ചിട്ട് ഷൂട്ട് നല്ല സിനിമയുടെ ഔട്ട്ഡോർ യൂണിറ്റ് കൊണ്ടുവച്ചിട്ടായിരിക്കുമല്ലോ ഇത് ഷൂട്ട് ചെയ്യുന്നത്. അത്ര ലൈറ്റും ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതാണ് പക്ക ഇതായിട്ടാണ് ഇത്. ഈ 4K ദൃശ്യ മികവിൽ 4K കഴിഞ്ഞ അടുത്ത ജനറേഷൻ വന്നു കഴിഞ്ഞു. അതിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ചെയ്തിട്ട് ഷൂട്ട് ചെയ്തതിന് മാത്രമാണ് ഈ 11 ലക്ഷം. ഇനി ഇതിൻ്റെ എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും ഒക്കെ ആയിട്ട് എല്ലാം പൈസ വേറെയുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് ചാനലുകളുടെ ടൈം സ്ലോട്ട് വാടകയ്ക്കെടുത്താണ്, അവർക്കും പണം കൊടുക്കേണ്ടി വരും. എങ്ങനെ പോയാലും ഒരു 2-3 കോടി രൂപയ്ക്കകത്ത്, 3 കോടിയൊന്നും അല്ല, അതിനപ്പുറം പോയിട്ടുണ്ട് അതിൻ്റെ ചിലവെന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. പക്ഷെ നമ്മൾ ആ ഇൻ്റർവ്യൂ കാണുമ്പോൾ നമുക്കറിയാം ആ സ്ക്രിപ്റ്റ് അതുപോലെ തന്നെ മോഹൻലാൽ തൻ്റെ ഭാഗം കൃത്യമായിട്ട് അഭിനയിച്ചു. ഒത്തിരി എടുത്ത് കാണും. പിണറായി വിജയന് പക്ഷേ ആ അഭിനയം അത്ര വശമില്ലാത്തതുകൊണ്ട്, അത് പിന്നെ കള്ളത്തരം പറയുന്നതിന് ഒരു മടിയില്ലാത്തതുകൊണ്ടും അദ്ദേഹം വല്ല തട്ടി. അതായത് സ്ക്രിപ്റ്റ് കാണാതെ പഠിച്ച് പറയുന്ന പോലെ തന്നെയാണ് നമുക്ക്. മാത്രമല്ല ഇതിൽ വേറെ വശക്കേട് സംഭവിച്ചു. ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള എല്ലാ തമാശകളും അനുഭവങ്ങളും നമ്മൾ 100 തവണ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. ഇതുപോലെ വാഴ്ത്തുപാട്ടുമായി വരുന്ന പല ഇന്റർവ്യൂകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിലെല്ലാം പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അദ്ദേഹം കുട്ടിക്കാലത്ത് പ്രയാതനെ പേടിയായിരുന്നു എന്ന് പറഞ്ഞത്. എല്ലാ കഥകളും അദ്ദേഹം പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ റിപ്പീറ്റ്. അല്ല, ഇതിനകത്ത് എനിക്ക് ഏറ്റവും അരോചകമായി തോന്നിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് മോഹൻലാൽ പിണറായി വിജയൻ ഒരു പാട്ട് പാടാൻ പറയും. സത്യത്തിൽ സാർ അങ്ങേക്ക് പാടാൻ കഴിയുന്നു, ഞാൻ പാടാമെന്ന് പറഞ്ഞ് പിന്നെ മോഹൻലാൽ ഒരു പാട്ട് പാടുന്നുണ്ട്. ഇപ്പം മോഹൻലാലിന് ഇപ്പോൾ ഈ പണ്ടത്തെ പോലെയല്ല, പുള്ളിക്ക് ഇപ്പോൾ എവിടെയെങ്കിലും വേദി കിട്ടിയാൽ അപ്പം കയറി പാടും. ഇപ്പം നമ്മുടെയൊക്കെ ഒരു സോക്കേടായത്, എവിടെയെങ്കിലും ഒരു മൈക്രോഫോണും കരോക്കയും കിട്ടിയാൽ ഞാനൊക്കെ കയറി പാട്ട് പാടും. അതായത് ഇത് ജനം എത്രത്തോളം സ്വീകരിക്കുന്നു എന്നൊന്നുമില്ല, നമ്മുടെ ഒരു ആത്മസംതൃപ്തി. മോഹൻലാലിന് എന്താണെന്ന്, മോഹൻലാലിനെ കൊണ്ട് അറിയാവുന്ന പണി എന്ന് പറയുന്നത് അഭിനയമാണ്. പിന്നെ അദ്ദേഹം ഒരുമാതിരി പാടി ഒപ്പിക്കും. പക്ഷെ ആ പാടി ഒപ്പിക്കുന്നതിനകത്ത് പോലും ഒരുപാട് ഫോൾട്ടുകൾ വരാറുണ്ട്. കല്യാണത്തിന് പാട്ട് പാടുന്നതിന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു സുഹൃത്ത് വേണ്ടപ്പെട്ട ഒരാൾ, പ്രായമുള്ള മനുഷ്യനാണ്. ഇദ്ദേഹം ഈ കല്യാണ സ്ഥലങ്ങളിൽ വെച്ചിട്ട് ന്യൂജൻ കല്യാണത്തിന് പാട്ടൊക്കെ അവരെ കൂട്ടുകാരും മയക്ക് വെച്ച് പാടുമല്ലോ. ഇയാൾ പലയിടത്തും കയറി ചെന്നിട്ട് ഇയാളൊരു ബാധ്യതയെ മാറിയെന്നാണ്. കാരണം
ഇദ്ദേഹം പാടുന്ന മുഴുവൻ വിരഹഗാനങ്ങൾ. സുമംഗല നീ ഓർമ്മിക്കുമ്പോൾ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം എന്നുള്ള പാട്ടൊക്കെയാണ് ഇദ്ദേഹം കല്യാണ സ്ഥലത്ത് നിന്നുകൊണ്ട് മറ്റൊരു സീതയെ കാട്ടിലേക്ക് അയക്കുന്ന പാടുള്ള പാടുകളാണ്. അപ്പൊ ഇയാൾ മൊത്തം നെഗറ്റീവ് പാട്ടാണ് പാടുന്നത്. അപ്പൊ ഈ അമ്മാവൻ വലിയൊരു ശല്യമായി ന്യൂജന്റെ അവസാനം മാറിയെന്ന്. ഇയാളെ കണ്ട അവര് മേക്ക് ഓഫ് ചെയ്തിട്ട് ഓടി വരുന്നതാണ് കേട്ടിട്ടുള്ളത്. അതുപോലത്തെ അവസ്ഥ. അപ്പൊ അങ്ങനത്തെ ഒരു ഇന്റർവ്യൂ, ആ ഇന്റർവ്യൂ അന്നേ പൊളിഞ്ഞു പോയി. അതിനകത്ത് അങ്ങനെയാണെന്ന് റോബിൻ പട്ടിയെ നമ്മുടെ ലോകമറിയും. ഈ പിണറായി വിജയൻ ഏറ്റവും ഇഷ്ടം നമ്മുടെ ജനങ്ങളെക്കാൾ റോബിൻ പട്ടിയോടാണ് എന്നുള്ളതാണ്. റോബിൻ പട്ടിക്കും അദ്ദേഹത്തിൻ്റെ മക്കൾക്കും എന്തെങ്കിലും സംഭവിച്ചാൽ അദ്ദേഹത്തിന് ഭയങ്കര വിഷമമാകും എന്നുള്ള അറിയുന്നത്. അപ്പോൾ ഈ മോഹൻലാലിൻ്റെ ഇൻ്റർവ്യൂ അത് അന്നേ പൊളിഞ്ഞ് പോലീസായിപ്പോയി. ഇപ്പോൾ ഇതാ രമേശ് ചെന്നിത്തല കൊണ്ടുവന്നു ഓപ്പറേഷൻ തൂഫാൻ്റെ വാരിയറായിട്ട് കൊണ്ടുവന്നു. അതിനൊറ്റ കാരണമേ ഞാൻ കാണുന്നുള്ളൂ, അതിന് കൊണ്ടുവരാൻ പറ്റിയ ഒരാൾ മോഹൻലാലുള്ളൂ. ബാക്കിയെല്ലാം ന്യൂജൻകാരാണ്. യുവന്മാരെ പിടിച്ച് തൂഫാനാക്കി അടുത്ത ദിവസം യുവന്മാരെ ഈ പുക സഹിതം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അതിനെക്കാട്ടി മോഹൻലാലാകുമ്പോ 2 അടിക്കത്തേ ഉള്ളൂ. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വിഷുവിനാന്ന് തോന്നുന്നു അല്ലേ, അടിച്ച് പൂക്കുറ്റിയായിരുന്ന മോഹൻലാലിനെ വിളിച്ചിട്ട് ഓരോ ചാനലുകാര് ചോദിക്കുന്നു, മോനെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും മോനെ എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറയുന്നത് ശ്രദ്ധിച്ചായിരുന്നു. അപ്പൊ എന്റെ ഒരു വിചാരം ഇത് തന്നെയാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ തൂഫാൻ വാരിയറൊക്കെ ആയിട്ട് യുവ നടന്മാരാരെങ്കിലുമാണ് വരേണ്ടത്. പക്ഷേ ഇതിനകത്ത് എത്ര എണ്ണത്തിനെ വിശ്വസിച്ച് ഇവിടെ കൊണ്ടിരുത്താൻ പറ്റും എന്നുള്ള ഒരു പ്രശ്നം. കാരണം മരുന്നടികാരാണ് മിക്കതും. ഇപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കൊടുത്തതിനകത്ത് സജിന നൂർ എന്ന് പറയുന്നതാണ്, ഞാൻ തന്നെയാണ് ഇന്റർവ്യൂ കൊടുത്തത്. അപ്പോൾ ഒരുപാട് പേര് എനിക്കിട്ട് ട്രോളുന്നുണ്ട്. ആ ഇന്റർവ്യൂ ഈ അവതാരകൻ എന്തൊരു പുച്ഛമാണ്, എടോ ആ ലേഡിയോട് ബഹുമാനം കാണിക്കണോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വരുന്നുണ്ട്. നമ്മൾ അവരവരുടെ കാര്യം പറയുന്നു, നമ്മളത് കേട്ടുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് നമുക്ക് ക്ലാരിഫിക്കേഷൻ വേണ്ട ഭാഗത്ത് നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിച്ചു വിടുന്നു എന്നുള്ളതല്ല, അതിനകത്ത് മറ്റു കാര്യങ്ങളില്ല. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തൂഫാൻ തുടങ്ങിയാൽ ഏറ്റവും ആദ്യം സിനിമാ ഫീൽഡിലാണ്. ഓപ്പറേഷൻ തൂഫാൻ സിനിമ, സീരിയൽ, റീൽസ് മേഖലകളിലേക്കാണ് പോകേണ്ടത്. പിന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഈ കുറച്ച് ആപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്, സൈറ്റുകൾ, പോൺ സൈറ്റ്, മലയാള പോൺ സിനിമകളാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. ഈ സൈറ്റുകൾ ഇറങ്ങുന്നു. ഇതിൻ്റെയൊക്കെ സെറ്റുകളിൽ വളരെ രൂക്ഷമായിട്ട് MDMA രാസലഹരി മാത്രമാണ്. കൊച്ചി പോലെയുള്ള നഗരങ്ങളിൽ സിനിമാ മേഖലകളിൽ മാത്രം റെയ്ഡ് നടത്തിയാൽ ഇവിടുത്തെ തൂഫാൻ എന്ന് പറയുന്നത് വലിയൊരു വിജയം. കാരവാനിൽ പരിശോധന നടന്നല്ലോ, കാരവാനിൽ പരിശോധന നടന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം എന്താണെങ്കിലും നമ്മൾ പറഞ്ഞു വന്ന ഒറ്റ കാര്യമാണ്, ഇതിനൊക്കെ ഇപ്പോൾ മോഹൻലാൽ മാത്രമേ ഉള്ളൂ. മമ്മൂട്ടിക്ക് എനിക്ക് തോന്നുന്നു അസുഖമായതുകൊണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ അങ്ങനെ അധികം സോഷ്യൽ മിംഗ്ലിങ്ങിൽ അദ്ദേഹം നിൽക്കാറില്ലെന്ന് തോന്നുന്നു. ഈ കഴിഞ്ഞ ഇന്റർവ്യൂ പോലും, പിണറായി വിജയൻ്റെ ഇന്റർവ്യൂ പോലും മമ്മൂട്ടി ചെയ്യേണ്ടതായിരുന്നു എന്നാണ് കേട്ടത്. അത് മമ്മൂട്ടിക്ക് എന്തോ താല്പര്യമുള്ളതുകൊണ്ട് അദ്ദേഹം സമ്മതിച്ചില്ല എന്നാണ് കേട്ടത്. അപ്പോൾ ഈ സത്യത്തിൽ ഈ സിനിമാ താരങ്ങളെ അല്ല ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ. ഓപ്പറേഷൻ തൂഫാൻ്റെ ബ്രാൻഡ് അംബാസഡർ ആക്കേണ്ടത് ശരിക്കും കായിക താരങ്ങളെയാണ്. സിനിമാ താരങ്ങളുടെ ഇടയിൽ ഇത് വലിയ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. എന്നാൽ കായിക താരങ്ങളുടെ ഇടയിൽ, അതായത് സ്വന്തം കരിയർ നോക്കി, ഇപ്പോൾ സഞ്ജു സാംസനെ പോലെയുള്ള ആൾക്കാർ സ്വന്തം കരിയർ നോക്കി, സ്വന്തം പ്രൊഫഷൻ നോക്കി യാതൊരുവിധ തരികിടയ്ക്കും ഇതുപോലെയുള്ള ലഹരി കേന്ദ്രങ്ങളിലും പോകാതെ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കായിക താരങ്ങളെ. ന്യൂനപക്ഷമായി കുഴപ്പക്കാരില്ല, ബാക്കി ഡിസിപ്ലിൻഡ് ആണ് അവർ. അതെ, അവർ ജീവിതത്തിൽ വളരെ ഡിസിപ്ലിൻഡ് ആയി. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ചാനലിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ഡിസ്കഷൻ വിളിച്ചാൽ പോലും അവർ സ്വന്തം വാഹനത്തിലേ വരുള്ളൂ. ഞങ്ങൾ എപ്പോഴും പറയും, മറ്റുള്ളവരെല്ലാം വാഹനം അയക്കാൻ പറയും അവരെ വീട്ടിൽ നിന്ന് നടത്താണെങ്കിൽ പോലും. പക്ഷേ കായിക താരങ്ങൾ എൻ്റെ അനുഭവത്തിൽ വളരെ അപൂർവം പേരെ ഉള്ളൂ. അത് വേണ്ട, ഞങ്ങളുടെ വണ്ടിയിൽ വന്നോളാം പറയുന്ന കൃത്യസമയത്തിന്. ഡിസ്കഷൻ 8 മണിക്കാണ് 7:45 അവർ സ്ഥലത്തെത്തിയിരിക്കും. ചിട്ടയുള്ളവരാണ് അവരുടെ ഈ കായിക താരങ്ങളെല്ലാവരും തന്നെ. അതാണ് ഇപ്പം എന്തെടുത്താലും മറ്റാരുണ്ട് ലാലേട്ടൻ അല്ലാതെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു രീതി. അതുകൊണ്ട് ഈ മോഹൻലാലിനെ ഒന്ന് മാറ്റിപ്പിടിക്കുന്നത് നന്നായിരിക്കും. ഇടതിനും വലതിനും ഇനി BJPയുടെ പരിപാടിക്ക് കൂടി അദ്ദേഹം ഇറങ്ങിയാൽ മതി, ബാക്കി എല്ലാത്തിനുമായിട്ടുണ്ട്. അതുമാത്രമല്ല, ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന പരിപാടിയിൽ ശക്തമായി നേരിടണമെന്നുണ്ടെങ്കിൽ ഈ ഞാൻ പറഞ്ഞ പോലെ കായിക രംഗത്തു നിന്നുള്ളവരെ ഒക്കെ ബ്രാൻഡ് അംബാസഡർ ആക്കണം. കാരണം അവരൊക്കെ ഒരു മാതൃകയാണ് എന്നുള്ളതാണ്, മറ്റൊന്നും കൊണ്ടല്ല. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളാരും ലഹരി മദ്യം ഉപയോഗിക്കുന്ന ആൾക്കാർ, ബിയർ ഉപയോഗിക്കുന്ന ആൾക്കാർ ഒക്കെയുണ്ട്. അതുപോലെ അല്ല നമ്മുടെ രാസലഹരിയും കഞ്ചാവും കഴിച്ചിട്ട് നമ്മുടെ തലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് സത്യം. നമ്മൾ ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മൾ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെയൊക്കെ കൊലപാതകങ്ങൾ, പട്ടാപ്പകല് റോഡിലിട്ട് പാവപ്പെട്ട ആൾക്കാരെ കൊല്ലുന്ന കാര്യങ്ങൾ പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മോഹൻലാലിനെ ഒന്ന് വിട്ടുപിടിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം.